വചനം 216. കുത്തിബ, നിയമിക്കപ്പെട്ടിരിക്കുന്നു, വിധിക്കപ്പെട്ടിരിക്കുന്നു, രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അലൈക്കും, നിങ്ങളുടെ മേൽ. അൽ ഖിതാലു, യുദ്ധം. വഹുവ, അതാകട്ടെ. കുർഹുൻ, അനിഷ്ടമാണ്. ലക്കും, നിങ്ങൾക്ക്. വഅസ, ആയേക്കാവുന്നതുമാണ്. അൻ തുക്രിഹു, നിങ്ങൾ വെറുക്കുക. ശൈഅൻ, ഒരു കാര്യം, വസ്തു. വഹുവ, അതാകട്ടെ. ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഗുണമായിരിക്കും, നല്ലതായിരിക്കും. വഅസ, ആയേക്കുകയും ചെയ്യാം. അൻ തുഹിബ്ബു, നിങ്ങൾ ഇഷ്ടപ്പെടുക. ശൈഅൻ, ഒരു കാര്യം. വഹുവ ശർറുൻ, അത് ദോഷവുമാണ്, മോശമാകുന്നു. ലക്കും, നിങ്ങൾക്ക്. വല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നു. വഅൻതും, നിങ്ങളാകട്ടെ. ലാ തഅലമൂൻ, അറിയുന്നതല്ലതാനും. كتب عليكم القتال وهو كره لكم وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മേൽ യുദ്ധം നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതാവട്ടെ നിങ്ങൾക്ക് സ്വതവേ ഒരു വെറുപ്പുള്ളതുമാകുന്നു. ഒരു കാര്യം നിങ്ങൾക്ക് വാസ്തവത്തിൽ ഗുണകരമായിരിക്കെ നിങ്ങൾക്കതിനോട് വെറുപ്പുണ്ടായേക്കാം. ഒരു കാര്യം നിങ്ങൾക്ക് വാസ്തവത്തിൽ ദോഷകരമായിരിക്കെ നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്തേക്കാം. യഥാർത്ഥം അല്ലാഹു അറിയുന്നു, നിങ്ങൾക്ക് അറിയുകയില്ല. വചനം 216 വിശദീകരണം. യുദ്ധം നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പനയാണിത്. യുദ്ധം മൂലം പലതരം ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതുകൊണ്ട് അതിനോട് നിങ്ങൾക്ക് വെറുപ്പും അനിഷ്ടവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. തൽക്കാലം ചില ദോഷങ്ങൾ അതുമൂലം ഉണ്ടായേക്കുമെങ്കിലും ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും രക്ഷയ്ക്കും അഭിവൃദ്ധിക്കും അത്യാവശ്യമാണെന്നു അള്ളാഹുവിനറിയാം. അതുകൊണ്ടാണ് അതിന് കൽപ്പിക്കുന്നത് എന്ന് അള്ളാഹു സത്യവിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നു. ചില കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ അനിഷ്ടമായിരിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അവ മൂലം പല നന്മയും ലഭിക്കുവാനുണ്ടായിരിക്കും. നേരെ മറിച്ച് ചില കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ വളരെ ഇഷ്ടപ്പെട്ടതും അഭികാമ്യവുമായിരിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അവ മൂലം പല ദോഷവും ബാധിക്കുവാനും ഉണ്ടായിരിക്കും. അതൊന്നും മനുഷ്യന് അറിയുവാൻ കഴിയുകയില്ല, അള്ളാഹുവിനെ അതറിയൂ. അതിനാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നിങ്ങളുടെ യഥാർത്ഥ നന്മയും ഭാവി ഗുണവും കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും പൂർണ്ണ മനസ്സോടെ അവ സ്വീകരിക്കുകയും വേണമെന്നുകൂടി ഉണർത്തുകയും ചെയ്യുന്നു. ഇത് സത്യവിശ്വാസികൾക്ക് വളരെ മനസ്സമാധാനവും ആവേശവും നൽകുന്നതാണെന്ന് പറയേണ്ടതില്ലല്ലോ. അഥവാ യുദ്ധം ആരോട് നടത്തണമെന്നും മറ്റുമുള്ള വിവരങ്ങൾ കഴിഞ്ഞ 190, 193 വചനങ്ങളിൽ വിവരിച്ചത് ഓർക്കുക.